അപ്പോൾ ഇന്ന് സ്ട്രീറ്റ് ഫൈറ്റിൽ അടിക്കാൻ പറ്റിയ കിക്കുകളുടെ പാർട്ട് 2 ആണ് നമ്മൾ ചെയ്യണത്. മെയിനായിട്ടുള്ള 3 കിക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അടിക്കാൻ പോണ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് ഹൗസ് കിക്കാണ്. തലയിലോട്ടാണ് എയിം ചെയ്ത് അടിക്കണത്. പവർഫുൾ ആയിട്ടുള്ളൊരു കിക്കാണ്. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും. ഇത് അപ്പർ ബോഡി പാർട്സിലേക്ക് എവിടെ വേണമെങ്കിലും അടിക്കാം. അത്യാവശ്യം സ്ട്രെച്ച് ആണെന്നുണ്ടെങ്കിൽ തലയിലോട്ടൊക്കെ സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും. പിന്നെ അടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ റൂട്ട് ക്ലിയർ ആയിട്ട് അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റിംഗ് പൊസിഷനിൽ നിന്നിട്ട് തലയിലോട്ടാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നേരെ തലയിലേക്ക് അടിക്കുക എന്നുള്ളതാണ്. ഇതേപോലെയാണ് 1 കൗണ്ടിൽ അടിക്കേണ്ടത്. ജസ്റ്റ് അടിച്ച് ബാക്ക് ചെയ്യുക. ഇതിനെ 1 by 1 ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ പൊസിഷനിൽ നിന്നിട്ട് ബാക്കിലത്തെ കാല് അപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള കാല് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റിനൊപ്പം ബോഡിയും ട്വിസ്റ്റ് ചെയ്തിട്ട് നേരെ അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ റൂട്ട് ക്ലിയർ ആയിട്ടല്ല അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് പോയിട്ട് നമ്മൾ വീഴാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസിനൊക്കെ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇത് 2 മെത്തേഡിൽ അടിക്കുക. ഒന്നിലേക്ക് ജസ്റ്റ് ഇതുപോലെ അടിച്ച് ബാക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് റൗണ്ട് ചെയ്ത് വരിക. അതായത് തലയിലോട്ടാണ് അടിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് അടിച്ച് തെറിപ്പിച്ച് റൗണ്ട് ചെയ്ത് വരിക. ഈ ഒരു 2 രീതിയിലാണ് അടിക്കേണ്ടത്. ഇതിലെങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് അടിക്കുക. പ്രധാനമായിട്ടുമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ക്ലിയർ ആയിട്ട് അടിക്കുക എന്നുള്ളത് തന്നെയാണ്. റൂട്ട് ക്ലിയർ ആയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അടിക്കാൻ പറ്റും. പിന്നെ ഇത് ഏത് ഫൈറ്റിലും നമുക്ക് സിമ്പിളായിട്ട് അടിക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും അടിക്കാം. അപ്പോൾ നമ്മുടെ 2ാമത്തെ കിക്ക് എന്ന് പറയുന്നത് ചിൻ കിക്കാണ്. താടിയിലേക്കാണ് അടിക്കണത്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കിക്കാണ്. കറക്റ്റായിട്ട് പവർഫുള്ളായിട്ടുള്ളൊരു അടിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സ്പോട്ടിലാൾ വീഴും. സ്പോട്ടിലാൾ നോക്കൗട്ടായി വീഴും. അതാണ് അതിൻ്റെ പവർ. നമ്മുടെ കാലിൻ്റെ ഹീൽ ഉപയോഗിച്ചാണ് അടിക്കണത്. നേരെ മുകളിലേക്കാണ് അടിക്കണത്. പവർഫുള്ളായിട്ടുള്ള ഈ ഒരു ഒറ്റടി മതി ആൾ വീഴാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അടിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷനിൽ നിന്നിട്ട് ആളുടെ താടീനെ നമ്മൾ എയിം ചെയ്തിട്ട് നേരെ മുകളിലേക്കാണ് അടിക്കണത്. നേരെ ഫ്രണ്ടിലേക്കല്ല, നേരെ മുകളിലേക്ക് ഫോഴ്സ് കൊടുത്ത് വേണം അടിക്കാൻ. ഇത്രേ ഉള്ളൂ. ഇതേപോലെ മുകളിലേക്ക് ഫോഴ്സ് കൊടുത്ത് അടിക്കണം. നമ്മൾ ഫുൾ പവർ യൂസ് ചെയ്തിട്ട് ഫുൾ പവർ മുകളിലേക്കാണ് കൊടുക്കേണ്ടത്. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് കിക്കായി പോകരുത്. നേരെ മുകളിലേക്കാണ് പവർ കൊടുക്കേണ്ടത്. അടി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആൾ വീഴും. ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര ഡേഞ്ചറാണ്. വെറുതെ ഒന്നും ആരെയും ഒരിക്കലും അടിക്കരുത്. സെൽഫ് ഡിഫെൻസിന് മാത്രം വേണ്ടി അടിക്കുക. അപ്പോൾ നമ്മുടെ 3ാമത്തെ കിക്ക് എന്ന് പറയുന്നത് ജമ്പിങ് സൈഡ് കിക്കാണ്. എയറിലാണ് അടിക്കുന്നത്. എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരിക, ജമ്പ് ചെയ്യുക, സൈഡ് കിക്ക് അടിക്കുക. ഇതാണ് ഇത്രയുള്ള സംഭവം. ജസ്റ്റ് ഓടി വരിക, ജമ്പ് ചെയ്യുക, നേരെ സൈഡ് കിക്ക് അടിക്കുക. നമുക്ക് സൈഡ് കിക്ക് അടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഓടി വരിക, ജമ്പ് ചെയ്യുക, നേരെ അടിക്കുക. അതാണ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൺ ചെയ്ത് വരിക, ഫുൾ ഫോഴ്സിൽ റൺ ചെയ്ത് വരിക. നമ്മുടെ ഒരു ആളുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ജമ്പ് ചെയ്യുക, നേരെ അടിച്ച് വിടുക. സിമ്പിൾ സാധനം. ഇതാണ് സംഭവം. വളരെ സിമ്പിളാണ്.